സംസ്ഥാനത്തെ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷന്മാരെ അല്പസമയത്തിനകം അറിയാം. പഞ്ചായത്ത് ബ്ലോക്ക് ഗ്രാമതലങ്ങളിലെ അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് ഉടൻ തന്നെ നടക്കാൻ പോകുകയാണ്. ഉച്ചതിരിഞ്ഞാണ് ഉപാധ്യക്ഷന്മാർക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇക്കുറി 26ഓളം ഗ്രാമപഞ്ചായത്തുകളിൽ BJP ഭരണം പിടിച്ചു. പല പഞ്ചായത്തുകളിലും നിർണായക ശക്തിയാണ്. അപ്പോൾ 26ലധികം പഞ്ചായത്തുകളുടെ ഭരണം ഗ്രാമപഞ്ചായത്തുകളുടെ ഭരണം ഒരുപക്ഷെ NDAയുടെ കൈകളിലേക്ക് എത്താം. എന്നാൽ ചില സ്ഥലങ്ങളിൽ BJPയെ അകറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി ദേശീയ തലത്തിലുള്ള ഇന്ത്യ സഖ്യം ഇവിടെയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചില സ്വതന്ത്രന്മാരെ മുൻനിർത്തിക്കൊണ്ട് BJPക്കെതിരായ ചില നീക്കങ്ങൾ നടക്കുന്നുവെന്ന വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. പ്രജിത് മോഹൻ ഈ വാർത്തകളുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ്. പ്രജിത്ത്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇന്ന് വളരെ നിർണായകമാണ്. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 26 പഞ്ചായത്തുകളിൽ ഭൂരിപക്ഷമുണ്ട്. മറ്റു പല പഞ്ചായത്തുകളിൽ നിർണായക ശക്തിയാണ്. ഇത് 2020-ലും ഏതാണ്ട് സാഹചര്യം സമാനമായിരുന്നു. പക്ഷേ BJPയെ മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇവിടെ CPM-ഉം കോൺഗ്രസും ഒക്കെ ഒരുമിക്കുന്ന വളരെ നാണംകെട്ട കളികൾ അത് പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടതാണ്. എപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നത്, പ്രജിത്ത്? ഗൗതം, അത്തരം എന്തായാലും കളികൾ ഇത്തവണയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ചില പഞ്ചായത്തുകളിലെങ്കിലും ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലായിടത്തും BJPയെ ഭരണത്തിലെത്താതിരിക്കാനുള്ള ഈ ക്രോസ് വോട്ടിംഗ് അടക്കമുള്ള നടപടികളൊക്കെ എന്തായാലും ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് പഞ്ചായത്തുകളിൽ അങ്ങനെയുള്ള SDPI പോലുള്ള സംഘടനകളുമായി പോലും അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ, അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 11 മണിയോടെ വോട്ടിംഗ് നടപടികൾ ആരംഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 10:30 തന്നെ പുതിയ വാർഡ് മെമ്പർമാർ എല്ലാ പഞ്ചായത്തുകളിലും പഞ്ചായത്ത് ഹാളുകളിലെ ഒരുക്കിയിരിക്കുന്ന വോട്ടിംഗ് കേന്ദ്രത്തിലേക്ക് എത്തും. അവിടെ ശേഷം 11 മണിയോടെ വോട്ടിംഗ് ആരംഭിക്കും. 11 മണിക്ക് വോട്ടിംഗ് ആരംഭിച്ചതിന് ശേഷം മിനിറ്റുകൾക്കുള്ളിൽ തന്നെ എല്ലാ പഞ്ചായത്തുകളിലെയും ഫലം അറിയാൻ കഴിയും. നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തെ വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിലാണ്. ഇവിടുത്തെ ഒരു സാഹചര്യം എന്നുള്ളത് ഇവിടെ BJP ജയിച്ചു കയറും എന്നുള്ളത് ഏറെക്കുറെ സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് മുന്നിൽ നിൽക്കുന്നത് BJP ആണ്. BJPയുടെ വിളപ്പിൽശാല വാർഡിൽ നിന്ന് ജയിച്ചിട്ടുള്ള കന്നി അംഗമായിട്ടുള്ള സൗമ്യ P ആണ് ഇവിടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് NDAയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് CS വിജയകുമാർ. ഏതാണ്ട് 3 തവണയായി അലകുന്നം വാർഡിൽ നിന്ന് 2000 മുതൽ തന്നെ BJPയുടെ ധ്രുവീകരണ കാലം മുതൽ BJP അല്ലാതെ മറ്റൊരു കക്ഷിയും ജയിച്ചിട്ടില്ലാത്ത അലകുന്നം വാർഡിൽ നിന്ന് 3 തവണയായി ജയിച്ചു കയറിയെത്തുന്ന CS അനിൽകുമാറാണ് വൈസ് പ്രസിഡന്റായി എത്തുക. ഇവിടെ LDF മാത്രമാണ് എതിരെ മത്സരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് രമ, LDF സ്ഥാനാർത്ഥിയായി രമ എന്ന് പറയുന്ന സ്ത്രീയാണ് ഹൈസ്കൂൾ വാർഡിൽ നിന്ന് ജയിച്ച മെമ്പറാണ് ഇവിടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. UDF സ്ഥാനാർത്ഥികളെ നിർത്തുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നിലവിൽ 11 അംഗങ്ങളുള്ള NDA തന്നെ ഈ വിളപ്പിൽ പഞ്ചായത്തിൽ വിജയിച്ചു കയറുമെന്നുള്ളതാണ്. 11 മണിയോടെ ഇവിടെ തെരഞ്ഞെടുപ്പ് ആരംഭിക്കും. തൊട്ടടുത്ത ഉള്ള മാറനല്ലൂർ ഗ്രാമപഞ്ചായത്തിലും സമാനമായ രീതിയിൽ NDA തന്നെ വിജയിച്ചു കയറുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ പ്രധാനപ്പെട്ട കാര്യം. അവിടെയും 11 സീറ്റുകൾ NDAയ്ക്കുണ്ട്. LDFന് 8 സീറ്റുകളാണുള്ളത്. UDFന് 2 എന്നിങ്ങനെയാണ് കണക്കുകളുള്ളത്. അതിൽ PS മായയാണ് NDAയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി. വേട്ടമംഗലം മണികണ്ഠൻ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ അതിയന്നൂർ, അഴൂർ, മുതാക്കൽ തുടങ്ങിയിട്ടുള്ള പഞ്ചായത്തുകളിലും BJP തന്നെയാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. അപ്പോൾ സ്വാഭാവികമായും നിലവിലത്തെ സാഹചര്യത്തിൽ പലയിടത്തും ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ BJP വിജയിച്ചു കയറാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഈ നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെയുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ടുകൾ ഇതിനിടയിൽ സംഭവിച്ചില്ല എങ്കിൽ BJP തന്നെ പൂർണ്ണമായും ഈ വാർഡുകളിൽ അല്ലെങ്കിൽ ഈ പഞ്ചായത്തുകളിൽ വിജയിച്ചു കയറുക എന്നുള്ളതാണ്. നിലവിൽ അങ്ങനെയുള്ള കൂട്ടുകെട്ടുകളെ പറ്റി പുറത്തേക്ക് നമുക്ക് വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. എന്തായാലും ഈ പറയുന്ന രീതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന സമയമാണ്. അപ്പോൾ ഈ അവസാന ഘട്ടത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള കൂട്ടുകെട്ടുകൾ സാധാരണഗതിയിൽ ഉണ്ടാകാൻ സാധ്യത കുറവാണെങ്കിലും അങ്ങനെയുള്ളവയ്ക്കും സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് ഇനി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ, മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പറയാൻ കഴിയും. എന്തായാലും ഒരു 11:30 ഈ പഞ്ചായത്തുകളിലെല്ലാം തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയാകുകയും പുതിയ പ്രസിഡന്റുമാരെയും വൈസ് പ്രസിഡന്റുമാരെ അറിയാൻ കഴിയും. ഉച്ചയ്ക്ക് ശേഷം 2:30-ക്കാണ് പഞ്ചായത്തുകളിലെ വൈസ് പ്രസിഡന്റുമാരുടെയും ഒക്കെ തെരഞ്ഞെടുപ്പ് വരുന്നത്. ആ വൈസ് പ്രസിഡന്റുമാർ ആരാണെന്നുള്ളത് ഉച്ചയ്ക്ക് ശേഷവും അറിയാൻ കഴിയും. ഗൗതം. ഓക്കെ പ്രജിത്ത്, എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന ഘട്ടത്തിൽ ഈ വാർത്തയിലേക്ക് മടങ്ങിയെത്താം. ഇന്നിപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെയും അധ്യക്ഷന്മാരെയും ഉപാധ്യക്ഷന്മാരെയും തെരഞ്ഞെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട വോട്ടിംഗ് തുടങ്ങാൻ പോകുകയാണ്. രാവിലെ 10:30 ഏതാണ്ട് പ്രസിഡന്റുമാരുടെ ഇലക്ഷനും ഉച്ചതിരിഞ്ഞ് 2:30 ഉപാധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പുമാണ് നടക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം, മുൻപ് 2020-ലൊക്കെ BJP വിവിധ പഞ്ചായത്തുകളിൽ അധികാരത്തിലെത്തേണ്ടതായിരുന്നു. പക്ഷേ SDPA പോലെയുള്ള ഭീകര സംഘടനയുടെ വരെ പിന്തുണ തേടിക്കൊണ്ട് BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തിയ ചരിത്രമൊക്കെ നമുക്കറിയാവുന്നതാണ്. പത്തനംതിട്ടയിലെ കോട്ടാങ്ങൽ പോലെയുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ ഇന്ന് എന്ത് സംഭവിക്കും എന്നതിൽ വലിയ ആകാംക്ഷയുണ്ട്. എന്തായാലും വോട്ടെടുപ്പ് തുടങ്ങുന്ന ഘട്ടത്തിൽ ഈ വാർത്തയിലേക്ക് തിരിച്ചെത്താം. പ്രജിത് മോഹനാണ് തിരുവനന്തപുരത്ത് നിന്നും ചേർന്നത്. നേരെ